അതായത് ഞങ്ങള് ശബരിമലയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞങ്ങൾ രണ്ട് തരത്തിലുള്ള പ്രധാനപ്പെട്ട വിഷയങ്ങൾ, ഒന്ന് ആചാര സംരക്ഷണം ഉറപ്പുവരുത്തുമെന്ന് കോൺഗ്രസ് നേരത്തെ പറഞ്ഞതാണ്, രണ്ട് സ്വർണ്ണക്കൊള്ളക്കാരെ പിടികൂടുമെന്ന് ഞങ്ങൾ പറഞ്ഞതാണ്. ഒരു കാര്യം ഞങ്ങൾ വളരെ വ്യക്തമായിട്ട് പറയാൻ ആഗ്രഹിക്കുകയാണ്. ശബരിമലയിൽ ആചാര ലംഘനം ഉണ്ട് എന്നതിന്റെ പേരിൽ ഒരു സമരം നടന്നു, കേരളത്തിലുടനീളം നടന്നു. അതിന്റെ പേരിൽ ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ മേലിലാണ് കേസുകൾ ചാർത്തപ്പെട്ടത്. അത് പത്തനംതിട്ട ജില്ലയിൽ പ്രത്യേകിച്ച് ആറന്മുളയിലടക്കം റാന്നിയിലടക്കം ഒക്കെ ഒട്ടേറെ ആളുകൾക്ക്, കോന്നിയിലടക്കം ഒട്ടേറെ ആളുകൾക്ക് കേസുകൾ ചാർത്തപ്പെട്ടു. ഞങ്ങൾ ഒരു കാര്യം വളരെ സുവ്യക്തമായിട്ട് പ്രഖ്യാപിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ ഇങ്ങനെ കേസുകൾ ചാർത്തപ്പെട്ടവരുടെ കേസുകൾ പിൻവലിക്കും. കാരണം എന്താണ്? ആചാര സംരക്ഷണത്തിന്റെ പേരിൽ അന്നുണ്ടാക്കിയ ഇവരുടെ ഒരു പ്രഖ്യാപിത നയമുണ്ട് LDF സർക്കാരിന്റെ. ആ നയം പോലും മാറ്റി, ഇപ്പോ CPM മാറ്റി, LDF മാറ്റി. എന്നിട്ടും അന്നെടുത്ത കേസുകൾ പിൻവലിച്ചിട്ടില്ല. അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു, കേസുകൾ ആചാര സംരക്ഷണത്തിന്റെ പേരിൽ അന്ന് നടന്ന ശബരിമല പ്രക്ഷോഭത്തിന്റെ പേരിൽ എടുത്ത കേസുകളൊക്കെ പിൻവലിക്കണം. അത് ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ പിൻവലിക്കും. കാരണം ഒട്ടേറെ ചെറുപ്പക്കാർ പാസ്പോർട്ട് പോലും കിട്ടാതെ അന്ന് ശബരിമല സമരം നടത്തിയതിന്റെ പേരിൽ ഇവിടെ കുടുങ്ങിക്കിടക്കുകയാണ്. ആർക്കും അല്ല, സംഘപരിവാർ എന്നുള്ളതല്ല. അന്നത്തെ സമരത്തിൽ ഞങ്ങളുടെ ആളുകളും പങ്കെടുത്തല്ലോ, സാധാരണ വിശ്വാസികളും പങ്കെടുത്തല്ലോ. അതിക്രമം നടത്തി സംഘപരിവാർ നേതൃത്വം കൊടുക്കുന്ന സമരങ്ങൾക്കായിരുന്നു. അപ്പോൾ ആ കേസുകൾ സ്വാഭാവികമായും നമ്മൾ ഈ പബ്ലിക് പ്രോപ്പർട്ടി നശിപ്പിക്കുമ്പോൾ കേസുകൾ PDPP കേസുകൾ നോൺ ബെയിലബിൾ കേസ് വേറെയാണ്. അത് ഒറ്റയടിക്ക് പിൻവലിക്കാനും പറ്റില്ല. നോൺ ബെയിലബിൾ കേസുകൾ പിൻവലിക്കണമെങ്കിൽ അതിന് നിയമപരമായ സാങ്ക്ടിറ്റി വേണം. അതിന് ഹൈക്കോടതിയിൽ പോയി ക്വാഷ് ചെയ്യണം. അതിന് വേറെ സാങ്കേതിക വശങ്ങളുണ്ട്, നിയമപരമായ വശങ്ങളുണ്ട്. അതല്ലാതെ അതിന് തടസ്സം അത് ഹൈക്കോടതിയിൽ അതിന്റേതായ നിയമപരമായ പ്രൊസീജിയറുണ്ട്. ആ പ്രൊസീജിയറിനനുസരിച്ചാണ് ചെയ്യേണ്ടത്. അതല്ല പ്രശ്നം. പ്രകടനം നടത്തിയതിന് സാധാരണക്കാർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. ഇവിടെ സാധാരണ ഒരു മുദ്രാവാക്യം വിളിച്ചതിന് സാധാരണക്കാർക്കെതിരെ കേസുകൾ എടുത്തിട്ടുണ്ട്. ഈ കേസുകളാണ് അധികം. മറ്റേ PDPP ഉള്ള കേസുകൾ വളരെ ചുരുക്കമാണ്. അത് എണ്ണിയാൽ വിരലിലെണ്ണാവുന്ന കേസുകളാണ് PDPP കേസുകളുള്ളത്. അങ്ങനെയുള്ള കേസുകൾ ഹോൾഡ് ചെയ്യുന്നതിന് പേരിൽ ബാക്കിയുള്ളത് എന്തിനാണ് പിൻവലിക്കാതിരിക്കുന്നത്? അല്ല, അങ്ങനെയല്ല. ശബരിമല പ്രക്ഷോഭത്തിൽ സംഘപരിവാർ മാത്രമാണോ ഇടപെട്ടത്? വിശ്വാസികളാണ് ഇടപെട്ടത്. കോൺഗ്രസ്സുകാരുണ്ടായിരുന്നല്ലോ, ഞങ്ങളുടെ നേതാക്കന്മാർ പോയായിരുന്നല്ലോ, ഞങ്ങളൊക്കെ പോയായിരുന്നല്ലോ. ശബരിമല ആചാര സംരക്ഷണം പത്തനംതിട്ടയാണ്. ശബരിമല ആചാര സംരക്ഷണം തന്നെ സംഘപരിവാറാണോ നടത്തിയത്? DCC നടത്തി. KPCCയുടെ പരിപാടി ഉണ്ടായി, ഞങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. അപ്പൊ ഇത് മുഴുവൻ സംഘപരിവാറിനാണോ എടുത്തത്? ഒന്നുമല്ല. ശബരിമലയിൽ ആചാരം സംരക്ഷിക്കണമെന്നുള്ളത് കോൺഗ്രസിന്റെ പ്രഖ്യാപിത നയമായിരുന്നു. ആ പ്രഖ്യാപിത നയത്തിന്റെ പേരിൽ ഞങ്ങൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. അല്ലെങ്കിൽ വിശ്വാസികൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഇല്ലെങ്കിൽ സംഘടനകൾ, ഹൈന്ദവ സംഘടനകൾ പ്രകടനം നടത്തിയിട്ടുണ്ട്. ഈ പ്രകടനം നടത്തിയതിന് പേരിൽ, മുദ്രാവാക്യം വിളിച്ചതിന് പേരിൽ സാധാരണ ചെറുപ്പക്കാർക്കെതിരെ എടുത്ത കേസ് അത് കൊല്ലം എത്രയായി? ഇനി അന്നത്തെ വിഷയം എന്തായിരുന്നു? അതല്ലേ ഇതിന്റെ പ്രധാനപ്പെട്ട വിഷയം. ആചാര സംരക്ഷണം എന്നുള്ളതിന്റെ CPMന്റെ നയം തന്നെ മാറ്റിയില്ലേ? CPM വീട് കയറി പറഞ്ഞില്ലേ, തെറ്റിപ്പോയി, ഞങ്ങൾ നയം മാറ്റുന്നതെന്ന് സുപ്രീം കോടതി പറയാൻ പോകുമല്ലേ? എന്നിട്ട് ഇവർക്കെതിരെയുള്ള കേസുകൾ പിൻവലിച്ചില്ല എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും മാന്യത ഈ കാര്യത്തിൽ വേണ്ടേ? അതുകൊണ്ട് ഞങ്ങൾ ഉറപ്പിച്ചു പറയുന്നു, സർക്കാർ വന്നാൽ, ഐക്യ ജനാധിപത്യ മുന്നണിയുടെ സർക്കാർ വന്നാൽ ശബരിമല പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടെടുത്ത കേസുകൾ പിൻവലിക്കപ്പെടും. ഈ സാധാരണക്കാർ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുന്ന, ചെറുപ്പക്കാരടക്കമുള്ളവർ കുടുങ്ങിക്കിടക്കുന്നതിന് പരിഹാരം ഞങ്ങൾ ഉണ്ടാക്കുമെന്നുള്ള കാര്യം പറയാൻ ആഗ്രഹിക്കുക. അതുപോലെ തന്നെ FCRA നിയമം, ഇപ്പൊ പുതിയത് സംഘപരിവാറിന്റെ പുതിയൊരു നിയമം, FCRA നിയമ ഭേദഗതി വരുവാൻ പോവുകയാണ്. ഏറ്റവും കൂടുതൽ അത് അഫക്ട് ചെയ്യാൻ പോകുന്ന ജില്ല പത്തനംതിട്ട ജില്ലയാണ്. കാരണം മതന്യൂനപക്ഷങ്ങളുടെ മേലുള്ള കടന്നുകയറ്റമാണ് FCRA നിയമത്തിന്റെ ഭേദഗതി. FCRA നിയമം ആദ്യം കൊണ്ടുവന്നത് കോൺഗ്രസ് സർക്കാരുകളുള്ള കാലഘട്ടത്തിലാണെങ്കിൽ അത് കൃത്യമായി അന്നത്തെ ഭരണഘടനയ്ക്ക് അടിസ്ഥാനപ്പെടുത്തിയാണ് കൊണ്ടുവന്നത്. ഇന്ന് ഭേദഗതിയിൽ വരാൻ പോകുന്നത് എന്താ? ഇവരുടെ ഇംഗിതത്തിന് വഴങ്ങിയില്ലെങ്കിൽ ഈ സ്വത്ത് മുഴുവൻ സർക്കാർ കണ്ടുകെട്ടുന്നുള്ള അവസ്ഥയാണ്. ഇവിടുത്തെ ന്യൂനപക്ഷ സംഘടനകൾക്ക്, ന്യൂനപക്ഷ വിഭാഗത്തിന് ഭരണഘടനയ്ക്ക് അനുസൃതമായി കിട്ടിയിരിക്കുന്ന അവകാശങ്ങളെ പോലും ധ്വംസിക്കുന്ന ഒരു പരിഷ്കരണമാണ് FCRA നിയമ ഭേദഗതിയിൽ ഉണ്ടാകുന്നത്. അതിന് കോൺഗ്രസ് എതിരാണ്. ഞങ്ങൾ ആ വിഷയത്തിൽ ഏതറ്റം വരെയുള്ള പ്രക്ഷോഭത്തിൽ പോകും. അത് പാർലമെന്റിന്റെ അകത്തും പുറത്തും FCRA നിയമ ഭേദഗതിയുമായി ബന്ധപ്പെട്ട പ്രക്ഷോഭത്തിന് കോൺഗ്രസ് ഉണ്ടാവും. ശബരിമല വിഷയം അന്നത്തെ കാലത്ത് ഈ സ്ത്രീപ്രവേശന വിഷയം നടക്കുന്ന സമയത്ത് സംഘപരിവാർ വലിയ പ്രക്ഷോഭമൊക്കെ നടത്തി. പക്ഷേ ഇപ്പോൾ ഈ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് അവർ അത്തരത്തിൽ പ്രക്ഷോഭത്തിലേക്ക് പോകുന്നില്ല എന്നുള്ള അഭിപ്രായം കോൺഗ്രസ് ഉണ്ട്. രാഹുൽ ഗാന്ധി അത്തരത്തിലൊരു പരാമർശം കഴിഞ്ഞ ദിവസം ഇവിടെ പത്തനംതിട്ടയിൽ നടത്തുന്നുണ്ട്. അതായത് ശബരിമലയുടെ ഹോൾസെയിൽ അല്ലെങ്കിൽ വിശ്വാസികളുടെ ഹോൾസെയിൽ ഞങ്ങൾക്കാണെന്ന് പറയുന്ന ഈ BJP ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഒരു സമരം നടത്തിയിട്ടുണ്ടോ? ഈ സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും തരത്തിലുള്ള ഒരു മൂവ്മെന്റ് നടത്തിയിട്ടുണ്ടോ? ഇവർ കൃത്യമായി ശബരിമല ഈ കള്ളന് കഞ്ഞി വെക്കുക എന്ന് പറയും. കള്ളനാരാണ്? CPMകാരാണ് അടിച്ചു മാറ്റിയത്. അതിന് കഞ്ഞി വെക്കുന്ന പരിപാടിയാണ് കേരളത്തിലെ BJP ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ ഏറ്റവും കൃത്യമായ നിലപാടെടുത്തതും പ്രക്ഷോഭം നടത്തിയതും ജയിലിൽ പോയതും ആരാണ്? അത് കോൺഗ്രസും ഞങ്ങളുടെ സംഘടനകളുമാണ്.
ഞങ്ങളാണ് വലിയ പരിപാടികൾ നടത്തിയത്. പന്തളത്ത് നടത്തി, തിരുവനന്തപുരത്ത് നടത്തി, ഞങ്ങൾ പ്രക്ഷോഭം നടത്തി, ജയിലിൽ പോയി. ഈ BJP-യോ അല്ലെങ്കിൽ RSS-ഓ അല്ലെങ്കിൽ യുവമോർച്ച അടക്കമുള്ള സംഘടനകളൊക്കെ എന്ത് നിലപാടാണ് ഈ വിഷയത്തിലുള്ളത്? ശബരിമലയിൽ പച്ചയായ സ്വർണ്ണക്കൊള്ള നടത്തി, എന്നിട്ട് പാർട്ടി ഇപ്പോഴും അവരെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുക. ഈ BJP-ക്കാർ ആരെങ്കിലും അനങ്ങുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ കള്ളന് കഞ്ഞി വെക്കുന്നവരാണ് ശബരിമല വിഷയത്തിൽ BJP എന്നുള്ളത് വളരെ വ്യക്തമാണ്.